കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്ന പല മിറാക്കിളുകളെ പറ്റി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ എൻ്റെ റിലേറ്റീവ്സിനുള്ള അനുഭവങ്ങൾ, എനിക്ക് പരിചയമുള്ളവർക്ക് വരുന്ന അനുഭവങ്ങൾ, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. മുമ്പ് എൻ്റെ ഒരു റിലേറ്റീവിന് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. അദ്ദേഹം ഗുരുവായൂർ ഏകാദശി തൊഴാൻ പോയ ഒരു ദിവസം, എല്ലാ പ്രാവശ്യവും ഗുരുവായൂർ ഏകാദശി തൊഴാൻ പോവാറുണ്ട്. അപ്പോൾ ഗുരുവായൂർ ഏകാദശി തൊഴാൻ പോയപ്പോൾ അമ്പലത്തിനുള്ളിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, ശ്രീകോവിലിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് ഏറ്റവും ഉള്ളിലുള്ള അല്ല, അതിന് പുറത്തായിട്ട് അവിടെ വെച്ചുണ്ടായ ഒരു അനുഭവമാണ്. അത് സത്യത്തിൽ എന്താണ് അന്ന് അവിടെ നടന്നത്, ആരാണത് എന്ന് ഞങ്ങളിപ്പോഴും ആലോചിക്കുകയാണ്. ശരിക്കൊരു അന്ന് അവിടെ വിഷ്ണു ഭഗവാനെ കാണാൻ, ഗുരുവായൂരപ്പനെ കാണാൻ ഒരുപാട് പേര് ഏകാദശി നാൾ അവിടെ എത്തുമെന്ന് പറയുന്നുണ്ട്. അതായത് ദേവഗണങ്ങൾ, അതിൽ എല്ലാ ദേവഗണങ്ങളും ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്ന ദിവസമാണ് ഏകാദശി എന്നും പറയപ്പെടുന്നു എന്നാണ് എൻ്റെ കേട്ടുകേൾവി. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അതിലൊരു ദേവഗണത്തെയാണോ ദേവതയാണോ കണ്ടുമുട്ടിയത് എന്നൊരു സംശയമുണ്ട്. അതായത് അദ്ദേഹം അവിടെ വെച്ച് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന പതിവുണ്ട്. അപ്പോൾ അവിടെ ഒരു മൂലയ്ക്ക്, അതായത് ശ്രീകോവിലിൻ്റെ ഏകദേശം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരും. അന്ന് അവിടെ സൂചി കുത്താൻ പോലും സ്ഥലമില്ലാത്ത സമയമായിരുന്നു. എന്തോ ഒരു തിരക്ക് കുറഞ്ഞ സമയത്ത് അദ്ദേഹം അവിടെ എത്ര ഏകാദശിയാണെങ്കിലും വിഷ്ണു സഹസ്രനാമം ചൊല്ലാതെ പോരാറില്ല. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലം അദ്ദേഹം കണ്ടെത്തും. അന്ന് കിട്ടിയത് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഒരു സ്ഥലമായിരുന്നു. അവിടെ വെച്ചിട്ട് അദ്ദേഹം വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ തുടങ്ങി. ഭഗവാനെ വിളിച്ചു എന്ന് പറഞ്ഞു. ഭഗവാനെ നന്നായി മനസ്സിൽ വിളിച്ചു. ഇന്ന് ഏകാദശിയല്ലേ, എനിക്ക് എന്തെങ്കിലും ഒരു മിറാക്കിൾ കാണിച്ചു തരണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചൊല്ലാൻ തുടങ്ങി ഒരാൾ അവിടെ തൊട്ടു മുമ്പിൽ, അതായത് ഫേസ് ടു ഫേസ് ഒരാൾ അടുത്ത് തന്നെ വന്നിരുന്നു. അത് ഇരുന്നത് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. കാരണം ചെറുതായി കണ്ണ് മിഴിച്ച് നോക്കിയപ്പോൾ ഒരാൾ വന്നിരിക്കണ പോലെ തോന്നി. ഒരു പ്രസൻസ് നമുക്ക് ഒരാൾ അടുത്ത് വന്നിരിക്കുമ്പോൾ ഫീൽ ചെയ്യുമല്ലോ. പക്ഷെ അദ്ദേഹം കണ്ണടച്ചാണ് ചൊല്ലാനിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഒരാൾ വന്നിരിക്കുന്ന പോലെ തോന്നി. ആരാണെന്ന് കണ്ണ് തുറന്ന് നോക്കിയില്ല. ചൊല്ലാൻ തുടങ്ങുമ്പോൾ തന്നെ വന്നിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം നാമം ചൊല്ലിക്കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ മുമ്പിൽ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ആ ചെറുപ്പക്കാരൻ വളരെ പ്രത്യേകതയുള്ള ഒരാളായിരുന്നു. വല്ലാത്തൊരു തേജസ്സായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ഒരുപാട് ഭസ്മമൊക്കെ പൂശിയിട്ടുണ്ടായിരുന്നു. ജടയുണ്ടായിരുന്നു, ജടാധാരിയായിരുന്നു. ഭസ്മം വാരി പൂശിയിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ഒരു പ്രത്യേക ചിരി. ഇദ്ദേഹം കണ്ണു തുറന്നപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക ചിരി, നല്ലൊരു ചിരിയായിരുന്നു. അങ്ങനെയൊക്കെ എന്തോ ഒരു ദിവ്യത്വം ഫീൽ ചെയ്തു. എന്താണ് പേര് എന്ന് ചോദിച്ചു. അപ്പോഴെന്തോ പറഞ്ഞു. അപ്പോൾ എവിടേക്കാണ് വരുന്നത്, എവിടെ നിന്നാണ് വരുന്നത്, എവിടെയാണ് വീട്? അപ്പോൾ ഞാൻ അഷ്ടമിച്ചിറയാണ്. അപ്പോൾ അങ്ങോട്ടാണോ ഇനി പോകുന്നത്? അല്ല, അങ്ങ് കൈലാസത്തേക്ക് എന്ന് പറഞ്ഞു. ഒരു പ്രത്യേക രീതിയിലാണ് ഉപമിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിന് ആകെ ഷോക്കായി. കാരണം അഷ്ടമിച്ചിറ ഒരു ശിവക്ഷേത്രം ഉണ്ടെന്ന് കേൾക്കുന്നു. അവിടെ നിന്ന് നേരെ ഇനി കൈലാസത്തേക്കാണെന്ന് പറഞ്ഞു. ഗുരുവായൂർ ഇവിടെ വന്നിട്ട് കൈലാസത്തേക്ക് പോയി. അപ്പോൾ അത് ഇനി ശിവനാണോ? ചിരി കാണുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ, കൃഷ്ണൻ്റെ പോലെയും, എന്നാൽ അപ്പിയറൻസ് കാണുമ്പോൾ ശിവൻ്റെ പോലെയുമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ആളിൽ എന്തോ ഒരു പ്രത്യേകത അദ്ദേഹത്തിന് ഫീൽ ചെയ്തു.
അപ്പോൾ തന്നെ ആ നാമം ചൊല്ലിക്കഴിഞ്ഞ് ഇതും പറഞ്ഞ് ആളവിടുന്ന് എണീറ്റുപോയി. പിന്നെ ആളെ കണ്ടിട്ടില്ല. ഈ അനുഭവം വല്ലാതൊരു കുരുത്തരിപ്പോടു കൂടി അദ്ദേഹം പറയാറുണ്ട്. അത് ആ ആള് എന്തോ ഒരു ദിവ്യത്വമുള്ള മനുഷ്യനാണെന്നും സാധാരണക്കാരനല്ലാന്നും ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും കേട്ടിട്ടുണ്ട് ഏകാദശിയുടെ അന്ന് അവിടെ ഒരുപാട് ദേവതകൾ വരും. അതിൽ ഇനി ചിലപ്പോൾ ശിവഭഗവാൻ എങ്ങാനും വന്നതാവോ? അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് തോന്നി. അത് തോന്നലാണോ അതോ അത് ശരിക്കുമുള്ള ഭഗവാന്റെ ഒരു പ്രസൻസ് ആണോ? ഇപ്പോഴും അദ്ദേഹം വിശ്വസിക്കുന്നത് ശിവഭഗവാൻ അദ്ദേഹത്തിൻ്റെ വിഷ്ണു സഹസ്രനാമ ജപം കേൾക്കാൻ വന്ന് കാത്തിരുന്ന് അത് കേട്ട് അത് എണീറ്റ് പോയെന്നാണ്. ഞങ്ങളെല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നു. കാരണം പറഞ്ഞു കേട്ടുള്ള ആ പ്രഭയം എല്ലാം വെച്ച് നോക്കുമ്പോൾ, ഇങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കുമ്പോൾ ഭഗവാന്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് അങ്ങനെ തന്നെയല്ലേ വിശ്വസിക്കാൻ കഴിയുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ ആ മിറാക്കിൾ സ്റ്റോറി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.